വാങ്ങിക്കുക, പൈസ കൊടുത്ത് വാങ്ങിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മക്കളൊന്നിൽ ഉപരിപഠനത്തിന് പോവുകയോ അല്ലെ ആ കുഞ്ഞു പട്ടി വളർന്നു കഴിയുമ്പോൾ പഴയ ഭംഗിയില്ലല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപ്തി ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ദീപ്തി സീതത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അവരെ ഒരുപാട് നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതാണ്. ആദിവാസി മേഖലയിലൊക്കെ ഒരുപാട് നല്ല പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഉപദ്രവങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സങ്കടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതായത് പിന്നെ അവരുടെ അമ്മയ്ക്ക് എന്തോ അസുഖവും കാര്യങ്ങളൊക്കെ ബാധിച്ചു, അങ്ങനെയുള്ള ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിൽ അവരെ വിളിച്ചിട്ട് കുറേ ആൾക്കാർ അനാവശ്യമായിട്ടുള്ള ഈ സഹായം ചോദിക്കുകയാണ്. എന്താ സഹായം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ പട്ടിക്കുഞ്ഞുണ്ട്, അതൊന്നിനെ നിങ്ങൾ വളർത്തുമോ? എൻ്റെ പട്ടിക്കുഞ്ഞുണ്ട്, അതൊന്നിനെ നിങ്ങൾ ദത്തെടുക്കുമോ? എൻ്റെ പട്ടിക്കുഞ്ഞുണ്ട്, അതിനെ ഒന്ന് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിടട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ആലോചിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു സങ്കടകരമായ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴേ ഇമാതിരി ചോദ്യം ചോദിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്. പിന്നെ ദീപ്തി ടീച്ചറോട് എനിക്ക് പറയാനുള്ളത്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ട മറുപടികളാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു പരിധിയില്ലേ സഹിക്കുന്നതിന്. അത് വേറെ ഒന്നുമല്ല, ഈ പട്ടിക്കുട്ടികളെയാണ് ചോദിക്കുന്നത്. ആവശ്യമില്ലാതെ ആൾക്കാർ എന്തിനാണ് ഇത് വാങ്ങിക്കുന്നത്? പട്ടി സ്നേഹമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേങ്കിൽ അത് വളർത്താൻ കഴിയുമെങ്കിൽ മാത്രം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള മനുഷ്യർക്ക്, അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാകുന്ന ഈ പട്ടികളെ നിങ്ങളൊരു കാര്യം ചെയ്യുക, വളർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. ചില ആൾക്കാരുടെ രോഗം എന്താണെന്നറിയാം, അയ്യോ അവിടെ ഒരു ചെറിയ കുഞ്ഞു പട്ടിയുണ്ട്, അവിടെ ഒരു 2 പട്ടിയുണ്ട്, എല്ലാത്തിനെയും ഒന്ന് ദത്തെടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണോ എന്ന് എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഒരു 2 ലക്ഷം രൂപയും കൂടെ അതിൻ്റെ കൂടെ വേണമായിരുന്നു. അല്ലാതെ ചുമ്മാതൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ വെറുതെ വിളിച്ചിട്ട് ഒരാളുടെ മനസ്സ്, അയാൾ അവരെപ്പോഴോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ അവർക്ക് കഴിയില്ല എന്ന് അവർ തന്നെ പറയുന്നത്. പിന്നെയും വിളിച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പിന്നെ പറയേണ്ടത്? അതുപോലെ ദീപ്തിയോട് പറയാനില്ല, ഇതൊക്കെ അങ്ങ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അവനവന്റെ കാര്യം നോക്കി നിന്നാ പോരെ. അതായത് നിങ്ങൾ സഹായം ചെയ്തോ, സഹായം ചെയ്യുന്നതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്താൽ മതി. ഇത് ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചിട്ട്, അവരൊക്കെ എന്താണ് വലിയ വലിയ ടീമുകളാണ്. അവരൊക്കെ പട്ടീനെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട്, അങ്ങനെ കുട്ടികൾ പഠിത്തമൊക്കെ ആയിട്ട് പിന്നീട് വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് ഈ പട്ടീനെ നോക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ പട്ടീനെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഒഴിവാക്കണം. അതിന് കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മുടെ ദീപ്തി ടീച്ചറുടെ ആ പഴയ വീഡിയോസിലുണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ പട്ടി സ്നേഹത്തോടു കൂടിയില്ലേ ആ വീഡിയോസൊക്കെ വരുന്നത്. എന്നാൽ പിന്നെ അവരെ അങ്ങ് വിളിച്ച് കളയാം. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങ് വിളിച്ചു കളയാം, അങ്ങനെ അങ്ങ് അവരെ ഏൽപ്പിക്കാം. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ലായിരുന്നു. അവര് ചെയ്തിരുന്നു. ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ അവര് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പട്ടിയെ മാത്രമല്ല മനുഷ്യനെയും സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും മനുഷ്യന്മാർക്ക് കഴിയുന്നതൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിൻ്റെ അകത്തൊക്കെ ചില ആൾക്കാർ ഇനി കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതായത് ചില ആൾക്കാർ അങ്ങനെയും ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഒരു പട്ടിയുണ്ട്, ആ പട്ടീനെ ഒന്ന് ഏറ്റെടുക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടും വിളിക്കും. അങ്ങനെയുള്ള മാന്യന്മാരുണ്ട്. എല്ലാവന്മാരും ഡീസൻ്റ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഇവരുടെ ആ ഒരു എന്താ പറയണ്ടത്, സഹായം ചെയ്യുന്ന മനസ്സ് മുഴുവൻ എല്ലാവരും കൂടി അങ്ങ് ചൂഷണം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പട്ടിയുണ്ട്, അതിനെ നിങ്ങൾ ഏറ്റെടുക്കുക, എന്തൊരു ചോദ്യമാണിത്? എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ. അതായത് ഇപ്പൊ മനുഷ്യന്മാർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വലിയ പാടാണ്. അപ്പോഴാണ് പറയുന്നത് പട്ടിയെ കൂടി ഏറ്റെടുക്കും. ഇങ്ങനെ പോറ്റാൻ കഴിയാത്തവൻ എന്തിനാ ഇത് വാങ്ങിക്കുന്നത്? സകല ആൾക്കാർക്കും പഠിച്ചാണ്, പോറ്റാൻ കഴിയാത്ത സാധനത്തിന് വാങ്ങിച്ചിടും, എന്നിട്ട് മറ്റുള്ളവന്റെ ഇതിലേക്ക് വിടും, അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയിട്ട് തള്ളും. ആ തള്ളിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരാൾക്ക് പോലും വഴി നടക്കാൻ കഴിയാതെയാകും. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ തെരുവ് നായകളെ കൊണ്ട് ഇപ്പോഴും മനുഷ്യന്മാർക്ക് നടക്കാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ വലിയ പ്രശ്നം തന്നെയാണ്. ഇനി എന്തോരം സ്നേഹിച്ചു കഴിഞ്ഞാലും ശരി, തെരുവ് നായകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭീഷണി തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ദിവസവും വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് കണ്ടില്ലേ, ഒരു കുട്ടി സ്കൂളും വിട്ട് പോകുമ്പോഴേ അതിനെ തെരുവ് നായകൾ ആക്രമിച്ചിട്ട് അത് എത്ര പ്രാണരക്ഷാർത്ഥമാണ് ഓടിയത്. അത് ഓടിയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുഞ്ഞിന്റെ മനസ്സിന് റെഡിയാകണമെങ്കിൽ തന്നെ എത്ര കാലം കഴിയുന്നറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക്, അവർക്കൊക്കെ ഇതിന്റെ വേദന ശരിക്കും മനസ്സിലാകും. അതാണ് മനസ്സിലാക്കേണ്ടത്.
അല്ലാതെ ഈ പറയുന്ന പട്ടികളെ മുഴുവനും ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം വേണം. ഒന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം, നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയകളിലാണ് ഈ പട്ടികളുടെ ശല്യം കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എവിടെന്നെങ്കിലും പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വിടുന്നതാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ദീപ്തി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മക്കളൊന്നില് ഉപരിപഠനത്തിന് പോവുകയോ അല്ലെ ആ കുഞ്ഞു പട്ടി വളർന്നു കഴിയുമ്പോൾ പഴയ ഭംഗിയില്ലല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആർക്കും നോക്കാൻ വയ്യ. വഴിയെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി അല്ലെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് പട്ടികളെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ മുഖവും നമ്മുടെ ചാനലും ഒക്കെ തെളിഞ്ഞു വരും. അപ്പോൾ വിളിക്കുക, ഇത് സ്ഥിരം പറഞ്ഞു ഞാൻ മടുത്തു. അപ്പം ഞാൻ സ്ഥിരമായി വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ പുതിയതായി വീഡിയോ കാണുന്നവരോട് ഞാൻ പറയട്ടെ, എനിക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ പോലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. കുഞ്ഞിപ്പട്ടിയോ വലിയ പട്ടിയോ ഏത് ബ്രീഡും ആയിക്കോട്ടെ, ഉള്ളതുങ്ങളെ നോക്കുക എന്നല്ലാണ്ട് പുതിയതായിട്ട് ഒരെണ്ണത്തിനെ എനിക്ക് ഇവിടെ വളർത്താൻ പറ്റിയൊരു സാഹചര്യമല്ല. മാത്രമല്ല, നിങ്ങൾ കൊണ്ട് കളയുന്ന പട്ടികളെ വാങ്ങാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ടല്ല മറ്റുള്ള ആരും കൊതി കൊണ്ട് പട്ടീനെ കൊണ്ടുവന്ന് വളർത്തുന്നതല്ല. പലതും കിടന്ന് നരയിക്കുന്നതോ കഷ്ടപ്പെടുന്നതോ കണ്ടിട്ട് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും സംരക്ഷിക്കാം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. അതൊരു വലിയ ജോലിയും വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മൾ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അല്ലെ അവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അതുപോലെ തന്നെയാണ് നമ്മൾ പലയിടത്തുനിന്നും കൊണ്ടുവന്നിട്ട് കൂട്ടിക്കൊണ്ടിട്ട് വളർത്തുന്നതിന് ചുമ്മാ തീറ്റയും കൊടുത്ത് അങ്ങനെ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ വയ്യെങ്കിലോ വഴിയിൽ കിടക്കുന്നത്, ഈ വഴിയിലൊക്കെ പട്ടിക്കുഞ്ഞ് കിടക്കുന്നു അതായാലും പറഞ്ഞ് വിളിക്കരുത് ദയവായിട്ട്. കാരണം എനിക്കൊന്നും അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സാഹചര്യം അതല്ല. നിങ്ങളിതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു വല്ലാത്തൊരു മാനസിക പ്രശ്നം പോലെ, പിന്നെ എനിക്ക് ടെൻഷനായി, ആ പട്ടി ആരെടുക്കും, അതെന്ത് പറ്റും, അതിനെ എങ്ങനെ നോക്കും, അങ്ങനെ തള്ളിയാണ് നമുക്ക് ഇത്രയും പട്ടികളായത് തന്നെ. പോട്ടെ, എങ്ങനെയും നോക്കാം. പക്ഷേ ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് ഈ ഉള്ളവരെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് അവരുടെ ഭക്ഷണമായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ചിലവാണ്. ഒരു അസുഖം വന്നാൽ തന്നെ എത്ര പൈസ എന്നറിയാൻ പോകുന്നത്. നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ നോക്കിയല്ല പറ്റുള്ളൂ. കാരണം അതുങ്ങൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല. നമുക്ക് എന്താ പറയുന്നത്, എന്നാൽ പോട്ടെ, നാടൻ പട്ടിയല്ലേ, അല്ലെ വല്ലയിടത്തുനിന്ന് കിടന്ന പട്ടിയല്ലേ, എങ്ങനെയും വളർന്നോട്ടെ, അങ്ങനെ ഒരു ചിന്തയില്ല. അതിപ്പോൾ നല്ല ബ്രീഡായാലും മോശം ബ്രീഡായാലും നാടൻ പട്ടിയായാലും വേറെ ഏതെനമാണെന്ന് പറഞ്ഞാലും ഏത് ബ്രീഡാന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മുടെ മക്കളാണ്. നമുക്കങ്ങനെ തരംതിരിച്ച ബ്രീഡുകളില്ല. ആർക്ക് എന്ത് അസുഖം വന്നാലും നമ്മളത് നല്ല ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയി ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുകയും ചെയ്യും. നല്ല രീതിയിൽ നമ്മൾ സാമ്പത്തികം മുടക്കി തന്നെ ചെയ്യണം. സാമ്പത്തികം, മാനസികം, ആരോഗ്യം ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മുടക്കേണ്ടതാണ്. അതുകൊണ്ട് ദയവായി അഡോപ്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. എനിക്കതിനുള്ളൊരു പട്ടിക്കുഞ്ഞിനെ പോലും ഇതിനകത്തോട്ട് നമുക്ക് കൊണ്ടുവന്ന് പുതിയതായിട്ട് വളർത്താൻ പറ്റുന്നൊരു സാഹചര്യമില്ല. നമ്മൾ കംപ്ലീറ്റ് ഫില്ലായി നിൽക്കുകയാണ്. അതിനുള്ള സ്ഥലവും ഇല്ല, സാഹചര്യവും ഇല്ല. ചുമ്മാ കൊണ്ടുവന്ന് എവിടെയെങ്കിലും പറമ്പിലോ വഴിയിലോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുങ്ങൾക്ക് നനയാതെ കിടക്കാനും കഴിക്കാനുള്ള ഭക്ഷണം, അതിൻ്റെ എല്ലാ കാര്യവും നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കൽ, അത് ഏത് ബ്രീഡായാലും, അല്ലെ അച്ഛനും അമ്മയ്ക്കും വയ്യ, ഞാനിനി കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് പട്ടീനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ദയവ് നിങ്ങളുടെ മക്കൾക്ക് കളിക്കാനുള്ളൊരു കളിപ്പാട്ടമല്ല പട്ടിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ജീവനുള്ള സാധനത്തിനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ആ ജീവനാന്തം നോക്കാൻ, അതായത് എപ്പോഴും ചിന്തിക്കുക, മക്കൾ നാളെ ഒരിക്കൽ പഠിക്കാൻ പോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ താല്പര്യം പോകും. പക്ഷേ ഈ പട്ടിക്കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അവർ വളർന്ന് വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ നോക്കാൻ കുടുംബത്തുണ്ടെങ്കിൽ മാത്രം ഇതുങ്ങളെ വാങ്ങിക്കുക, വളർത്തുക. അല്ലാത്തവർ ദയവ് ചെയ്ത്, കാരണം നമ്മുടെ ഒരു നല്ല നമ്മുടെ കംഫർട്ട് നോക്കി നമ്മൾ പട്ടികളെ അങ്ങ് കൊടുക്കും. അതുങ്ങൾക്ക് ഉണ്ടാകുന്ന നമ്മളെപ്പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ളതാണ് അവർക്ക് ഒരുപാട് സങ്കടമാണ്. എനിക്ക് എൻ്റെ ഒരു പട്ടീനെ പോലും, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു പട്ടീനെ പോലും മറ്റൊരിടത്തേക്ക് വിടാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് അത് പോകുമ്പോൾ അതുങ്ങളുടെ മാനസികാവസ്ഥയെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നെ വിട്ടോ അല്ല എൻ്റെ വീട്ടുകാരെ വിട്ടോ അതുങ്ങൾ എങ്ങനെ മറ്റൊരു കുടുംബത്തിൽ നിൽക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ദയവായി എന്നെ വിളിക്കേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. അതിന് എൻ്റെ അഹങ്കാരമായിട്ട് എന്തായിട്ട് വേണമെങ്കിലും കണ്ടു. പക്ഷേ എനിക്ക് പറ്റില്ല. കാരണം എവിടെയെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും ഒരു പട്ടീൻ്റെ അഡോപ്ഷനോ അല്ലെ വഴി കൂടെ ഒരു പട്ടി പോകുന്നതിൻ്റെ താഴെ കാണാൻ നമ്മളെ കൊണ്ട് ടാഗ് ചെയ്യുകയോ മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊണ്ട് ചെയ്യുകയോ അറ്റാച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ഷെൽട്ടറോ എന്തെങ്കിലും ഞാൻ ഭാവിയിൽ തുടങ്ങുന്ന കാലത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ പറ്റില്ല. അറിയാമല്ലോ, രാവിലെ തൊട്ട് നമ്മൾ റോബോട്ട് പോലെ ഓടുന്ന ഓട്ടമാണ്.
അത് നിൽക്കുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതൊന്ന് ഈ ചോദിക്കുന്നവർക്കൊരു ബോധം വേണ്ടേ? അതായത് എന്നാ എനിക്ക് മടുത്ത് എൻ്റെ പട്ടിയെ നോക്കുമോ അഡോപ്റ്റ് ചെയ്യോ എന്തെങ്കിലും ഒരു ബോധം വേണ്ടേ ഈ ചോദിക്കുന്നവർക്ക്? ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് ഒരു ബോധേ ഇല്ലായിരുന്നു. ഒരു പട്ടീനെ നോക്കുക ഇതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ഞാൻ ആലോചിക്കുകയാണ്, ഈ ഈ ഈ സമയത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടോടെ? ഇവരൊക്കെ ഏത് ലോകത്തു നിന്നാണ് വരുന്നത്? ഒരു പട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കില്ല നിങ്ങൾ? പട്ടിയെ നോക്കാൻ കഴിയോ? അത് നോക്കാൻ കഴിയോ? അഡോപ്റ്റ് ചെയ്യാൻ കഴിയോ? പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെനിക്ക് ദീപ്തി ടീച്ചറോടും കൂടി പറയാനുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു സ്ഥലത്തായതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പട്ടി സ്നേഹിയും കൂടി ഉണ്ടെങ്കിൽ ആ മൊത്തത്തിലുള്ള വീട്ടുകാരുടെ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ കട്ടപ്പൊക്കിയാ. പിന്നെ അതായത് ഈ പട്ടികളുടെ ബഹളവും കാര്യങ്ങളൊക്കെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്ത ചില പട്ടി സ്നേഹികൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട്, അതായത് പട്ടി സ്നേഹികളെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യജീവൻ ഒരു വിലയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പട്ടികൾക്ക് മുടിഞ്ഞ വിലയാണ്. മനുഷ്യന് ഒരു വിലയില്ല, ഒരു നായാ പൈസയുടെ വിലയില്ല, പട്ടികൾക്ക് മുടിഞ്ഞ വിലയാണ്. അതൊക്കെ വെറും കൃത്രിമത്വമുള്ള പട്ടി സ്നേഹികളാണ്, അല്ലാതെ ഒറിജിനലായിട്ടുള്ള പട്ടി സ്നേഹികളൊന്നും ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സമൂഹത്തിൽ, അതായത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള പട്ടി സ്നേഹികൾക്ക്. അതുകൊണ്ട് തന്നെ പട്ടി സ്നേഹികളോട് എനിക്ക് പറയാനുള്ളത്, ഓരോരാളുടെ അവസ്ഥയും ഇതൊക്കെ വച്ചിട്ട് വേണം വിളിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ തന്നെ എപ്പോഴും വിളിച്ചിട്ട് എൻ്റെ പട്ടിയെ അഡോപ്റ്റ് ചെയ്യോ, എൻ്റെ പട്ടിയെ അഡോപ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് എന്തൊരു പ്രഹസനമാണ് സജ്ജീത്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നോട്ടായിരുന്നു. ബൈ ബൈ.